കർണാടകയിലെ ചിക്കമംഗളൂരിൽ കാണാതായ 15 വയസ്സുകാരി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപത്തെ കൊക്കയിൽ 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. അതേസമയം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും ആരെങ്കിലും മൃതദേഹം അവിടെ കൊണ്ടിട്ടതാണോ എന്നുൾപ്പെടെ സംശയമുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു. കഴിഞ്ഞ 4-ാം തീയതിയാണ് പാലക്കാട് നിന്ന് കർണാടകയിലേക്ക് ശ്രീനന്ദ ഉൾപ്പെടെ 40-അംഗ സംഘം വിനോദയാത്രയ്ക്ക് പോയത്. 7-ാം തീയതി വൈകിട്ട് ചിക്കമംഗളൂരു മാണിക്യധാര വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിന് സമീപത്ത് നിന്ന് ശ്രീനന്ദയെ കാണാതാവുകയായിരുന്നു. വൈകിട്ട് 5:20 വരെ കുട്ടി മാതാപിതാക്കളുടെ ഒപ്പമുണ്ടായിരുന്നു. കൂടാതെ ഒരു ബന്ധുവുമൊത്ത് മൊബൈലിൽ വീഡിയോയും എടുത്തു. പിന്നീട് വെറും 4 മിനിറ്റിനുള്ളിലാണ് യാത്രാസംഘത്തിൽ നിന്ന് കുട്ടിയെ കാണാതാകുന്നത്. അന്നു രാത്രി 8:30-ക്ക് കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് കഴിഞ്ഞ 4 ദിവസമായി തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ ഇന്ന് ഉച്ചയോടെയാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വെള്ളച്ചാട്ടത്തിന് സമീപത്തു തന്നെ കൊക്കയിൽ 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ പെൺകുട്ടി പ്രദേശത്തേക്ക് പോകാൻ സാധ്യതയില്ലെന്നും സുരക്ഷാവേലി ഉൾപ്പെടെയുള്ളതിനാൽ കാൽ വഴുതി വീഴാനുള്ള സാധ്യത കുറവാണെന്നും ബന്ധുക്കൾ പറഞ്ഞു. മൃതദേഹം ലഭിച്ച പ്രദേശത്ത് നേരത്തെ പരിശോധന നടത്തിയതാണ്. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് മൃതദേഹം അവിടെ എത്തിയത് ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്നുൾപ്പെടെ സംശയമുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞു. ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇറങ്ങുമല്ല, അവിടെ ശരിക്കും കയറുമായിരുന്നു. കാരണം താഴെയാണ് വ്യൂ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറുന്നതിന് ആ സമയത്താണ് ഇതെന്താണ് ഏറ്റവും ലാസ്റ്റ് ആ പോയിന്റിൽ നിന്ന് ഞാനാണ് വന്നത്. അപ്പോൾ ഈ കുട്ടി അവിടെ ഇല്ല. അത് 5:26-നാണ്. അപ്പോൾ 5:20-22 വരെയൊക്കെ ഈ കുട്ടി ശരിക്കും അവിടെ തന്നെ ഉണ്ട്. അവിടെ നിന്നാണ് പിന്നെ ഈ കുട്ടി ഇപ്പുറത്തെ സൈഡിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് കയറി. ഞങ്ങൾ ലാസ്റ്റ് കണ്ടതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഞാൻ പറഞ്ഞ ഒരു കടയുടെ ആ സൈഡിൽ ഡോഗ് കയറി എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു വ്യൂ ഉണ്ട്. അങ്ങോട്ട് കയറി അവിടെ ആയിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ ഓക്കെ, നമുക്കതൊരു ആക്സിഡൻ്റാന്ന് ഉറപ്പിക്കാറ്. സംശയം ഇത് ഏതോ അപകടം എന്തോ മനഃപൂർവ്വം ഇവിടെ കൊണ്ടുവന്നിട്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ ദുരൂഹതയുണ്ടായിരുന്നു. കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും ബന്ധുക്കൾ ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തിയപ്പോൾ ഡോഗ് നിന്നത് ഒരു കടയുടെ പരിസരത്താണ്. എന്നാൽ കടക്കാരെ ചോദ്യം ചെയ്യാൻ പോലീസ് തയ്യാറായില്ല. ധാരാളം ഭിക്ഷാടകരും പ്രദേശത്തുണ്ടായിരുന്നു. അവരെയും ചോദ്യം ചെയ്തില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. കൊക്കയിൽ നിന്നും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. കടമ്പഴിപ്പുറം സ്വദേശികളായ രമേശ് രോഹിണി ദമ്പതികളുടെ മകളാണ് ശ്രീനന്ദ. 10-ാം ക്ലാസ് പരീക്ഷ എഴുതിയ ശേഷമാണ് ശ്രീനന്ദയും സംഘവും കർണാടകയിലേക്ക് യാത്ര തിരിച്ചത്. ജനം, പാലക്കാട്.